ടെക്നോളജി, സയൻസ് അല്ലെ, മനുഷ്യന്റെ ഓരോ വികാരങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോ നമ്മൾ അല്ലാതായി മാറി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പറയുകയാണ്, ഈ ലോകത്ത് എന്ത് മാറ്റവും സംഭവിക്കട്ടെ, ആ മാറ്റത്തിനോടൊപ്പം സഞ്ചരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന സംവിധാനങ്ങളെ നമ്മളോടൊപ്പം വളർന്നു വരികയാണ്. ആ സംവിധാനത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡോപ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇവിടെ സാർ പറഞ്ഞു കഴിഞ്ഞു, സ്മാർട്ട് ഷോപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക ജനതയ്ക്കുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു സംഭാവനയായി വരും കാലങ്ങളിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. കാരണം അത്രമാത്രം സയന്റിഫിക്കായി അത്രമാത്രം ജനകീയമായ രീതിയിലാണ് ആ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞു കേട്ടു ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനധികം പറയുന്നത്, നമ്മുടെ വീട്ടിൽ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യം പറയുന്നത്, ഞാൻ ഭാര്യ, എന്റെ 3 പെൺകുട്ടികൾ, 5 മൊബൈൽ ഉണ്ട് വീട്ടിൽ. കാരണം അവരെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അവരുടെ വിദ്യാഭ്യാസത്തിനായാലും മറ്റു കാര്യത്തിനായാലും കഴിഞ്ഞാൽ അവർക്ക് മൊബൈൽ ഉപയോഗിച്ചേ മതിയാവുന്നു. ഓരോ മൊബൈലിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ സുരേഷ്? നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കുന്നതല്ലാതെ ഏത് തൊട്ട് കഴിഞ്ഞാലും പണം അങ്ങോട്ട് പോകും, അല്ലെ? ഇന്ന് ഞാൻ പറയുന്നു, നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഫോണിലും, മക്കളുടേതായാലും ഭാര്യയുടേതായാലും സഹോദരനുണ്ടായാലും ആരുടെ ഫോണിലും സ്മാർട്ട് ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നമ്മൾക്ക് തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവണം. വൈ? ബിക്കോസ് ആ ആപ്ലിക്കേഷൻ നമ്മൾ എപ്പോഴൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആരെ സംബന്ധിച്ചും വേണ്ട. കാരണം സ്മാർട്ട് ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് സ്പർശിച്ചാൽ തന്നെ ഇന്ന് കാണുന്ന ലോകത്തിന്റെ വ്യത്യസ്തമായ മുഖം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് ഒരു മേഖലയിലല്ല. സ്മാർട്ട് ഷോപ്പ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും എല്ലാ സംവിധാനത്തെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് നമ്മുടേതായ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും അതിൽ കൂടി പ്രദാനം ചെയ്യുകയും അങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വരുമാനത്തിന്റെ 70% അതേ കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹത്തരമായ സംവിധാനമാണ് സ്മാർട്ട് ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി സാമാന്യ ബുദ്ധിയുള്ള ഭക്ഷണം കഴിക്കുന്ന ആരെ കൊണ്ടും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ചെലവ് തന്നെയല്ലേ. ഈ ചിലവിന്റെ കൂട്ടത്തിൽ ചെറിയൊരു ശതമാനം നമുക്ക് വരുമാനമായി ഇങ്ങോട്ട് കിട്ടും എന്ന് പറഞ്ഞപ്പോ ആദ്യമൊക്കെ ആളുകള് ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിൽ അന്ന് കല്ലെറിഞ്ഞവരോടും കളിയാക്കിയവരോടും മുഖം ചുളിച്ചവരോടും നമുക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ? വെയിറ്റ് ആൻഡ് സീ. അവിടെ ഇത് പ്രാവർത്തികമാക്കിയിട്ടാണ് വളരെ അഭിമാനത്തോടു കൂടി ഇന്ന് പാലക്കാട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ 25-ാം തീയതി നമ്മൾ മഞ്ചേരി ഒരു പ്രോഗ്രാം നടത്തി. ആ മഞ്ചേരി പ്രോഗ്രാമിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തതും സ്മാർട്ട് ഷോപ്പിൽ തന്നെയാണ്. സ്മാർട്ട് ഷോപ്പിൽ അവിടെ അറ്റ്നോ ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു. 25,000 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള 3 ഫ്ലോറുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. അതിനനുബന്ധമായ ആഴ്ചകൾക്കുള്ളിൽ അവിടെ 15ഓളം ഷോപ്പുകൾ നമ്മൾ ടൈപ്പ് ചെയ്തു. അതിൽ ജ്വല്ലറി ഉണ്ട്, ടെക്സ്റ്റൈൽ ഉണ്ട്, റെഡിമെയ്ഡ് ഷോപ്പുകളുണ്ട്, പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജനസേവാ കേന്ദ്രങ്ങളുണ്ട്. അതായത് എവിടെയൊക്കെയാണോ നമ്മൾ നമ്മുടെ സേവനത്തിനായി സമീപിക്കുന്നത് അവിടെയെല്ലാം നമുക്ക് വരുമാനം തരാനുള്ള ഒരു ജനതയെ, ഒരു സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയാണ്, മാതൃകയാവുകയാണ്. ഇന്ന് നമ്മൾക്ക് അതിന്റെ വലിപ്പം മനസ്സിലാവില്ലെങ്കിൽ ഇപ്പൊ ഒരു മാസം, അതായത് നമ്മളിപ്പോ ആരംഭിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിരൽ അടക്കിയിട്ട് പോലുമില്ല, ആ സമയം കൊണ്ട് തന്നെ ഈ സ്മാർട്ട് ഷോപ്പിലുള്ള പർച്ചേസിംഗ് വഴി 250, 300, 400, 500 രൂപ ഓരോ ഇൻഡിവിജ്വൽസിലേക്കും, നമ്മുടെ വീട്ടാവശ്യത്തിന് സാധനം വാങ്ങിച്ചതാ,
നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു 2000 രൂപയുടെ FMCG പ്രോഡക്ട്സ് ഡെയിലി യൂട്ടിലിറ്റീസ് വാങ്ങിച്ചാൽ പോലും ഒരു 5% ആണെങ്കിൽ 2000ന്റെ 5% ഞാൻ കണക്കിൽ കുറച്ച് പറഞ്ഞിട്ടാണ് 100 രൂപ അല്ലേ? ഈ 100 രൂപ ഇങ്ങോട്ട് വരുമ്പോ അതിന്റെ 40% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റിഫ്ലക്ട് ചെയ്യും. വീണ്ടും അവിടെ 60 രൂപ കിടക്കുന്നുണ്ട്. ആ 60 രൂപ വ്യത്യസ്ത വരുമാനങ്ങളായിട്ട് കമ്പനി നമ്മൾക്ക് തന്നെ തരും. ആ ടോട്ടൽ വരുമാനത്തിന്റെ 30% മാത്രം കമ്പനിയിലേക്ക് പോകും. ബാക്കി 70% അവകാശികൾ ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. ആ 70% അവകാശികൾ നമ്മൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ കോടിക്കണക്കിന് രൂപയുടെ, മില്യൺ കണക്കിന്, ട്രില്യൺ കണക്കിന് രൂപയുടെ ടേൺ ഓവർ നടക്കുമ്പോൾ അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷന് അപ്പുറത്തേക്കായിരിക്കും എന്ന കാര്യത്തിൽ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെറുതായി ഒരു വിരലടക്കുന്നതിന് മുമ്പേ ഇത്രയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ആയിരക്കണക്കിന് ഷോപ്പുകൾ ഇവിടെ തയ്യപ്പായി വരുമ്പോൾ അതിലെല്ലാം നമുക്ക് പോയി കണക്ട് ചെയ്യുന്ന വരുമാനം കിട്ടുമെങ്കിൽ ഇതിൽ നഷ്ടസാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കട്ടെ. ആർക്കെങ്കിലും ഇതിന്റെ അകത്ത് എന്തെങ്കിലും നഷ്ടസാധ്യത നമ്മൾ വല്ല കാശും ചോദിച്ചോ? ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയുന്നുണ്ടാവും. ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, ഒരാളുടെ റെഫറൻസിൽ നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഒരു റെഫറൻസ് വേണം എന്നുള്ളത് ഫസ്റ്റ് ആണ്. ആ റെഫറൻസ് കൂടെ നിങ്ങളത് ടൈപ്പ് ചെയ്ത് ചെയ്ത് നമ്മുടേതായിട്ട് ഷോപ്പിംഗ് ഐഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കമ്പനി നമ്മുടെ റെഡി വാലറ്റിലേക്ക് ഒരു 10,000 രൂപ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യണം. ഈ 10,000 രൂപ എന്ന് പറയുന്നത് ഒരു നയാ പൈസ പോലും കമ്പനി അങ്ങോട്ട് വാങ്ങിക്കാതെ ഈ 10,000 രൂപ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ വ്യത്യസ്ത രീതിയിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് തന്നെ റെഡീം ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത ഷോപ്പിൽ പോയി പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ പരിശോധിച്ച് നമ്മുടെ റെഡീമിലേക്ക് വരുന്നത് നമ്മുടെ ഒരു പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, OCPay എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് അത് ക്രെഡിറ്റ് ആവും. അത് നമ്മുടെ ഈ ടൈപ്പ് ചെയ്ത ഷോപ്പിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു 10 ലക്ഷത്തിലേക്ക് എത്തുമ്പോൾ, നമ്മൾ 3,80,000 കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ റീച്ച് ചെയ്ത് കഴിഞ്ഞു. 10 ലക്ഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് OCPay എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൂടി നമ്മൾ ലോഞ്ച് ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ ഇതിലുള്ള ക്യാഷ് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന, ഇപ്പൊ നമുക്ക് അറിയാലോ GPay, Paytm പോലുള്ള ആപ്ലിക്കേഷനെ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഇവിടെ പ്രാബല്യത്തിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകും. ആ സംഭവിച്ചിട്ടുണ്ടാകുന്നത് മാത്രമല്ല, അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി വരുന്നത് ആരാണ്? ഈ 10 ലക്ഷം എന്ന കമ്മ്യൂണിറ്റിയാണ്. മറ്റെല്ലാ ആപ്ലിക്കേഷനുകളും വന്നിട്ട് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റിയിലേക്കാണ് അതിന്റെ ബെനിഫിറ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഈ മാറ്റം ഇന്ന് കയ്യിലെടുക്കാത്തവരെ സംബന്ധിച്ച് നാളെ വലിയ രീതിയിൽ പശ്ചാത്തപിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരാളും ഒരു സംശയമുണ്ട്. കാരണം ഇന്ന് തന്നെ നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുക, നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്ത് അവിടെ പോയി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ അവരെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടുക. അങ്ങനെ കൂട്ടത്തിൽ കൂട്ടുന്ന സമയത്ത് ഒരു മനുഷ്യരാശിക്ക് വേണ്ടുന്ന എല്ലാം നമുക്ക് കൊടുക്കാൻ നമ്മുടെ പക്കലുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു എന്താ പറയാ, ഒരു അന്തസ്സുറ്റ ജീവിതം കാഴ്ചവെക്കാൻ ഒരു മനുഷ്യ ജന്മത്തിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ നമ്മൾ ഇതിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. മനുഷ്യൻ ആയുസോടെ ജീവിക്കണമെങ്കിൽ ആരോഗ്യം പ്രധാനമാണ്. ആരോഗ്യത്തിന് നമുക്ക് പണം ആവശ്യമാണ്. ആരോഗ്യവും സമ്പത്തും ഇതെല്ലാം തന്നെ കൂട്ടിയടക്കിക്കൊണ്ട് നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുന്നതിൽ ഒരു ലാഭമില്ലെന്ന് നമുക്ക് തന്നെ തരാൻ പോകുന്ന ഒരു സംവിധാനമാണ് സ്മാർട്ട് ടീ ഷോപ്പ്. ഈ സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. തീർച്ചയായും അതിന്റെ ആദ്യത്തെ ഒരു തുടക്കക്കാരായി വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ വലിയ ലോകത്തിന്റെ ഈ യാത്രയിൽ തുടക്കക്കാരായി വന്ന നിങ്ങളിൽ കൂടിയാണ് ഈ പാലക്കാട് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കരുത് പാലക്കാട് പ്രദേശത്ത് ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, ഐ ആം എൻ ഇൻഡിവിജ്വൽ പേഴ്സൺ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാസർഗോഡാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ബോംബെയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകളെയും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാക്കി മാറ്റാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ആ അഡ്വാൻറ്റേജ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം,
ചെയ്യാം. നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ലിങ്ക് ലോകവ്യാപകമായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുകൊണ്ട് ടെക്നോളജി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ടെക്നോളജി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റത്തിലേക്ക് ആളുകളെ കണക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയാണ്